ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡിഷനും സബ്ട്രാക്ഷനുമാണ്. 9ാം ക്ലാസ്സിൽ എത്തി മിസ്സേ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 8 + 4 12 എളുപ്പമാണ്, ശരിയാണ്. 5ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 2, അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ -11ന്റെ കൂടെ ഒരു -12 ആഡ് ചെയ്ത് കഴിഞ്ഞാലോ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒന്ന് നമ്മൾ സമയമെടുക്കും അല്ലേ മക്കളെ? നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കും. അതായത് നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകളുടെ അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. നോക്കിയേ, അഡിഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് ദ സെയിം സൈൻ. അതായത് നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് അറിയാം, എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് അറിയാം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ. അതൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരേ സൈൻ വരുന്ന സംഖ്യകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരേ സംഖ്യ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 പോസിറ്റീവ് ആയിരിക്കും, അത് നമുക്കറിയാം. ഇപ്പോൾ ഈ കേസ് നോക്കിയാൽ 12ഉം 20ഉം ഓക്കെ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മൾ സിമ്പിളായിട്ട് 32 എന്ന് എഴുതും, ഒരു പ്രശ്നവും. അതേപോലെ നോക്കിയേ, -12ഉം -20ഉം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തത്. അതേ കേസാണ് താഴെയും വന്നിരിക്കുന്നത്, 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടും ഒരേ സൈനുള്ള, സെയിം സൈനുള്ള നമ്പേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ മേലെ നമ്പേഴ്സ് കൂട്ടിയതുപോലെ 2 അങ്ങ് കൂട്ടുക. 2 കൂട്ടി കഴിയുമ്പോൾ 32 കിട്ടും. 2നും കോമൺ ആയിട്ട് എന്തുണ്ട്? നെഗറ്റീവ് ഉണ്ട്. അപ്പം നമ്മുടെ സമ്മിനും അതങ്ങ് ഇട്ട് കൊടുക്കുക. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂട്ടുന്ന 2 സംഖ്യകളും ഒരേ ചിഹ്നത്തിലുള്ള, ഒരേ സൈനിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ 2ഉം കൂട്ടുക. എന്താണോ കോമൺ ആയിട്ട് അവർക്കുള്ള സൈന് അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇവിടെ ശരിക്കും നമ്മൾ 32 ഇടുമ്പോഴേ ഇവിടെ ശരിക്കും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ആണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ. അതേപോലെ ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. 2 സംഖ്യകളും കൂട്ടുന്നു, അതേ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. പഠിച്ചല്ലോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്കിയേ, 2ഉം ഒരേ സൈനാണ്, 2ഉം നെഗറ്റീവ് ആണ്. അപ്പോൾ എന്താ ചെയ്യുക? 20ഉം 4ഉം കൂട്ടുക, 24 കിട്ടും. 2ഉം ഒരേ സൈൻ ആയതുകൊണ്ട് ആ നെഗറ്റീവ് സൈൻ കോമൺ ആയിട്ടും ഇട്ട് കൊടുക്കുക. ഇനി 4 + 32, 2ഉം പോസിറ്റീവ് ആണ്. ഇത് സാധാരണ അഡീഷൻ ആണ് അല്ലേ, എന്നാലും ഞാൻ റൂൾ വെച്ച് പറഞ്ഞേ ഉള്ളൂ. 36 എന്ന് കിട്ടും അല്ലേ? 36. നോക്കിയേ, -16ഉം -10ഉം പെട്ടെന്ന് ചെയ്തേ 26 കിട്ടി. 26 ആണ്, 16ഉം 10ഉം കോമൺ ആയിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ -100 + -100, 2ഉം നെഗറ്റീവ് ആണ്. അപ്പൊ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, -200. ഓക്കെ, അപ്പൊ അത് സെറ്റായി. 2 നമ്പേഴ്സ് നമ്മൾ അഡീഷൻ എടുക്കുന്ന 2 നമ്പേഴ്സും ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ഒരേ സൈൻ ഇട്ട് കൊടുക്കുന്നു. അടുത്ത കേസ് നോക്കിക്കേ, അഡീഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് ഡിഫറെന്റ് സൈൻസ്. അതായത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സിൽ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് സിമ്പിളാണ്. നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ മാറ്റി വെക്കുക. ഇപ്പം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഏതൊക്കെയാണ്? ഒന്ന് 12ഉം ഒന്ന് 20ഉം. -20 ആണ്, -1 മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാ വലുത്? 20 ആണ് വലുത് വരുന്നത് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? 20ൽ നിന്ന് 12 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. ഓക്കെ, 20ൽ നിന്ന് 12 കുറയ്ക്കുക, സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് 20ന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇതാണ് ഉത്തരം. അതായത് മക്കളെ, നമുക്ക് ആഡ് ചെയ്യാനുള്ളതിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ വലിയതിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു റൂൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ 20 ഉണ്ട്, 12 ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടെ നെഗറ്റീവ് 12 ആണ്. ഓക്കെ, മാറ്റി വെക്കുക. 20 ആണോ 12 ആണോ വലുത്? 20 ആണ് വലുത്. അപ്പൊ 20ൽ നിന്ന് 12 കുറയ്ക്കുക, അപ്പൊ എന്ത് കിട്ടും? 8 കിട്ടും. വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ വലുതിന്റെ സൈൻ എന്താ? പോസിറ്റീവാ. അപ്പൊ +8 കിട്ടും. സംഭവം വ്യത്യാസം മനസ്സിലായോ? 2ഉം 12, 20 തന്നെയാണ്, ഒന്ന് നെഗറ്റീവും ആണ്. പക്ഷെ വ്യത്യാസം വന്നത് എവിടെയാ? ഇവിടെ -20 ആയിരുന്നു, അപ്പൊ നമ്മൾ വലുതിന്റെ സൈൻ ആണ് ഇവിടെ ഇട്ട് കൊടുത്തത്. ഇവിടെ +20 ആണ്, അപ്പൊ വലുതിന്റെ സൈൻ ആയിട്ടുള്ള പ്ലസ് ആണ് ഇട്ട് കൊടുത്തത്. സെറ്റ് ആണല്ലോ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. പ്രോബ്ലം ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം മക്കളെ. നോക്കിയേ, -4 + 6, 4 ആണോ 6 ആണോ വലുത്? 6 ആണ് വലുത്. അപ്പൊ 6ൽ നിന്ന് 4 കുറച്ച് 6ന്റെ സൈൻ ഇട്ട് കൊടുക്കുക അല്ലെ? 6ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. 6ന്റെ സൈൻ പോസിറ്റീവ് ആണ്. സോ -4 + 6 is -2. ഇനി 6 ആണോ 10 ആണോ വലുത്? 10 ആണ് വലുത്. അപ്പൊ 10ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടും. 10ന്റെ സൈൻ എന്താ? പോസിറ്റീവ്. അപ്പൊ +4 ആയിരിക്കും. ഇനി 20ഉം 40ഉം ഏതാ വലുത്? 40 ആണ് വലുത്. അപ്പൊ 40ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 20 കിട്ടും. ഇനി നോക്കിയേ, വലുതിന്റെ സൈൻ എന്താ? വലുത് നെഗറ്റീവാ, അപ്പൊ -20. ഇനി അടുത്തത് 100ഉം -15 കൂടെ കൂട്ടുമ്പോൾ 100 ആണോ 50 ആണോ വലുത്? 100 ആണ് വലുത്. അപ്പൊ 100ൽ നിന്ന് 50 കുറയ്ക്കുക, അപ്പൊ 50 കിട്ടും. 100ന്റെ സൈൻ എന്താ? പോസിറ്റീവ് ആണ്.
അപ്പോൾ 50 പോസിറ്റീവ് 50 തന്നെ. ഇനി -50യും -40യും എന്താ ചെയ്യേണ്ടത്? ഏതാ വലുത്? അങ്ങനെയാണോ നോക്കേണ്ടത്? രണ്ടും ഒരേ സൈനാ. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനാ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെയിം സൈനുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ എന്തായിരുന്നു ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുന്നു സെയിം സൈൻ ഇട്ട് കൊടുക്കുന്നു. പഠിച്ചോ? അഡിഷൻ ഓഫ് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് പഠിച്ചോ? അപ്പോൾ നമ്മൾ രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ആ സൈൻ തന്നെ ഇട്ട് കൊടുക്കുന്നു. രണ്ടും ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുന്നു. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് സബ്ട്രാക്ഷൻ പഠിക്കാം. സബ്ട്രാക്ഷനിൽ നമ്മൾ ഓൾറെഡി അഡീഷൻ പഠിച്ചു അല്ലേ? അഡീഷൻ ഓൾറെഡി പഠിച്ച സ്ഥിതിക്ക് നമ്മൾ സബ്ട്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരെ അഡീഷനാക്കി മാറ്റുക. അതായത് നോക്കിയേ, അപ്പം നമുക്ക് കിട്ടുകയാണ് -12 -10. അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ എന്തോ ഓപ്പറേഷൻ നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് ആണ്, സബ്ട്രാക്ഷൻ ആണ് ഓപ്പറേഷൻ അല്ലേ? നമ്മൾ ചെയ്യേണ്ട ക്രിയ എന്ന് പറയുന്നത് കുറയ്ക്കലാണ്. അപ്പം നമുക്ക് അറിയാവുന്ന കേസ്, നമുക്ക് അറിയുന്നത് അഡീഷൻ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിനങ്ങ് അഡീഷനാക്കി മാറ്റാം. നമുക്ക് അറിയാവുന്ന ഒരു കേസിലേക്ക് ഇതിനെ അങ്ങ് മാറ്റിയെടുക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സംഖ്യ അതുപോലെ തന്നെ വെക്കാം. ഓക്കെ, എന്നിട്ട് ഈ സബ്ട്രാക്ഷനെ അഡീഷൻ ആക്കുക. കുറയ്ക്കല്ല, നമ്മൾ കൂട്ടലാക്കി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വെറുതെ കുറയ്ക്കാൻ പറ്റില്ല. ഇതിനെ സബ്ട്രാക്ഷനെ അഡീഷൻ ആക്കി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തുള്ള സംഖ്യയില്ലേ, അത് എന്താണോ അതിൻ്റെ നേരെ ചിഹ്നം അപ്പുറത്തേക്ക് മാറ്റിയിടുക. ഇവിടെ പോസിറ്റീവ് 10 അല്ലേ ഉള്ളത്, അതിനെ മാറ്റിയിട്ട് -10 ആക്കി കൊടുക്കുക. -10 ആക്കി കൊടുക്കുക. ഇപ്പം എന്തായി? നമുക്ക് അഡീഷൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചേ ഉള്ളൂ. അപ്പം അഡീഷൻ നമുക്കറിയാം. അപ്പം നോക്കിയേ, രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ ആയിട്ട് മാറി. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് സെയിം നമ്പർ ഇട്ട് കൊടുക്കണം അല്ലേ? സോ -22 ആണ് ഉത്തരം. ക്ലിയർ ആയോ? വേറൊരു ചോദ്യം ചെയ്യാം. ഒരു -16 -8 അഡീഷൻ ആണല്ലോ. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ അഡീഷൻ ആക്കുക. എന്താ ചെയ്യേണ്ടത്? -16 അതുപോലെ വെക്കുന്നു. അഡീഷൻ നമ്മൾ എന്താക്കുന്നു? അഡീഷൻ നമ്മൾ പ്ലസ് ആക്കുന്നു. പക്ഷേ പ്ലസ് ആക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ 8 ആണെങ്കിൽ -8 ഇട്ട് കൊടുക്കണം. നോക്കിയേ, -16ഉം -8ഉം 8 + 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് -24 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇങ്ങനത്തെ കേസ്. ഇനിയിപ്പം നോക്കിയേ, -12 -10 വന്നാൽ എന്ത് ചെയ്യണം? ഇതേ പരിപാടി. നമ്മൾ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പോസിറ്റീവ് ആക്കി മാറ്റുന്ന ആൾക്കാർ. അപ്പോൾ -12 കണ്ട് ഈ മൈനസിനെ നമ്മൾ എന്താക്കി? പ്ലസ് ആക്കി. അപ്പോൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത സംഖ്യയുടെ ഉൾട്ടാ സൈൻ ഇട്ട് കൊടുക്കണം അല്ലേ? ഇവിടെ -10 ആണെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം? +10 ഇട്ട് കൊടുക്കണം. ഇപ്പം എന്തായി? അഡിഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് സൈൻസ്, വേറെ ചിഹ്നമുള്ള സംഖ്യകളുടെ അഡിഷനായി. അപ്പോൾ നോക്കിയേ, -12ഉം 10ഉം ഏതാ വലുത്? 12 ആണ് വലുത്. 12ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. വലുതിൻ്റെ സൈൻ -2. ഓക്കെ, വേറൊരു ചോദ്യം ചെയ്യാം. ഇവിടെ ഒരു 24 -2. എന്താ ചെയ്യണ്ടേ? നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് 24 അങ്ങനെ തന്നെ ഇരിക്കുന്നു. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി ഇതിൻ്റെ സൈൻ എന്താക്കി ഇട്ട് കൊടുത്തു? പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ്. അപ്പോൾ 24 + 2 26 ആണ് ഉത്തരം. ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, -8 -10 എന്താണ്? -8 -10 എന്താണ്? വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള വീഡിയോസിലൊക്കെ കാണാം. ബൈ.